ബഹുമാനപ്പെട്ട അച്ഛനെ ഹൃദയം നിറഞ്ഞ ആശംസകളോടെ ക്ഷണിക്കുന്നു. അഭിനന്ദനായ തിരുമേനി, എൻ്റെ പ്രിയ സ്നേഹിതനായ സ്വാമിജി വിനയ ചൈതന്യ, എൻ്റെ ശ്രേഷ്ഠ സഹപ്രവർത്തകനായ ബഹുമാനായ ജേക്കബ് ഗുരുനച്ചൻ, എൻ്റെ ഇപ്പോഴത്തെ സഹപ്രവർത്തകനായ ബഹുമാനായ റജി മാത്യു അച്ഛൻ, പ്രൊഫസർ മാമൻ വർക്കി സാർ, പ്രിയ സ്നേഹിതൻ ജോയൻ കുമരകം, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ അർഹിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളാണ് ദാനങ്ങളായിട്ട് നാം വിശേഷിപ്പിക്കുന്നത്. വലിയ ദാനങ്ങൾ ലഭിക്കുമ്പോൾ അതിലെന്താണ് മറുപടി പറയുക എന്നുള്ളത് നമ്മെ കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വളരെ തണുപ്പുള്ള ഒരു ശീതകാലത്ത് ഞാൻ നാഗ്പൂർ സെമിനാരിയിൽ ഏതാനും ദിവസത്തേക്ക് ചെന്നു. ഒരു ദിവസം രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ വിജേഷ് ഫിലിപ്പ് അച്ഛനും തോമസ് വർഗീസ് അച്ഛനും അവിടെ പഠിപ്പിക്കുകയാണ്. അവരോടൊപ്പം ഏതാനും വിദ്യാർത്ഥികളും ചേർന്ന് എന്നോട് ചോദിച്ചു, സിറ്റിയിലേക്ക് വരുന്നോ എന്ന് ചോദിച്ചു. നാഗ്പൂർ സിറ്റി രാത്രി 12 മണിക്ക് വരുന്നുവെന്നാണ് അവർ ചോദിച്ചത്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രത്യേകമായ കാഴ്ചകൾ അവിടെ കാണും എന്ന് വിചാരിച്ച് ഞാനും അവരുടെ കൂടെ കൂടി. അവർ പോയ വണ്ടിയിൽ കുറേയേറെ നല്ല പുതിയ ബ്ലാങ്കറ്റുകൾ അവർ വാങ്ങിച്ചിരുന്നു. രാത്രി വിജനമായ തെരുവുകളിലൂടെ അവർ നടന്നു. പലയിടത്തും നമ്മൾ സാധാരണ കാണുന്നത് പോലെ കടത്തിണ്ണകളിൽ കീറിയ വസ്ത്രങ്ങളൊക്കെ മൂടി ആളുകൾ ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ അച്ഛന്മാരും വിദ്യാർത്ഥികളും ഓരോ ബ്ലാങ്കറ്റ് എടുത്ത് കണ്ണടച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങി കിടക്കുന്ന ഈ പാവങ്ങളുടെ പുറത്ത് ആരും അറിയാതെ അത് വിരിച്ചു. എൻ്റെ കയ്യിൽ പുതുപ്പ് തന്നിട്ട് എന്നോടും പറഞ്ഞു ഇങ്ങനെ വിരിക്കാൻ പറഞ്ഞു. ഞാനും അങ്ങനെ 1-2 ആളുകളുടെ മുകളിൽ അവരറിയാതെ ആ പുതുപ്പ് വിരിച്ചു. എൻ്റെ ഹൃദയത്തെ വളരെയധികം സ്പർശിച്ച ഒരു സംഭവമായിരുന്നു. പല ശീതകാലങ്ങളിലും അവരിങ്ങനെ ചെയ്യാറുണ്ട് നിശബ്ദമായി എന്നെനിക്കറിയാം. അതിവിടെ തുറന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്നെനിക്കറിയാമെങ്കിലും ഇതൊരു കുടുംബ സഹസായതുകൊണ്ടും എന്നെ അത്രമാത്രം സ്പർശിച്ച ഒരു സംഗതിയായതുകൊണ്ടും ഞാനത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് യഥാർത്ഥ സമ്മാനത്തിൻ്റെ അർത്ഥം. നമ്മൾ അറിയാതെ, ആഗ്രഹിക്കാതെ, അർഹിക്കാതെ നമുക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളാണ് നമ്മുടെ എല്ലാം തന്നെ. നമ്മുടെ ജീവനും അങ്ങനെയാണ് എന്നാണ് എൻ്റെ ദൃഢമായ വിശ്വാസം. അതുകൊണ്ട് ഇവിടെ ഈ പുസ്തകത്തെക്കുറിച്ച് ആളുകൾ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ അതിന് ഉപരിയായിട്ട് എന്നെക്കുറിച്ച് ഒക്കെ പല കാര്യങ്ങൾ സംസാരിച്ചു. അത് സ്നേഹത്തിൻ്റെ പ്രകടനമായതുകൊണ്ട് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. വലിയ ദാനമായി ഞാൻ കരുതുകയും ചെയ്യുന്നു. സെമിനാരിയിൽ ഗ്രീക്ക് ഭാഷ, എലിമെന്ററി ഗ്രീക്ക് പഠിക്കുന്ന സമയത്ത് കാലോസ് എന്നൊരു വാക്ക് പഠിക്കും. ആ വാക്കിൻ്റെ അർത്ഥം ബ്യൂട്ടിഫുൾ എന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഉപരിപഠനമൊക്കെ നടത്തിയപ്പോൾ ഗ്രീക്ക് ഭാഷ കുറെ കൂടി ആഴമായിട്ട് പഠിക്കേണ്ടി വന്നു. അപ്പോൾ മനസ്സിലായി ഈ കാലോസ് എന്നുള്ള വാക്കിനെ ബ്യൂട്ടിഫുൾ എന്ന് മാത്രമല്ല ഗുഡ് എന്നും അർത്ഥമുണ്ട്. സുന്ദരം, നന്മയായത് എന്ന 2 അർത്ഥങ്ങളുണ്ട് എന്ന് മനസ്സിലായി. പ്ലേറ്റോയെ പോലെയുള്ള വലിയ ദാർശനികന്മാർ ഈ ദ്വയാർത്ഥത്തിലാണ് ഈ കാലോസ് എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സുന്ദരമായത് നന്മയുള്ളതാണ്, നന്മയുള്ളതെല്ലാം സുന്ദരമാണ് എന്നാണ് അവർ അർത്ഥമാക്കുന്നത്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ നന്മ എന്നുള്ളതിന് മാത്രമായിട്ടൊരു വാക്കുണ്ട്, അഗദോസ് എന്നൊരു വാക്കുണ്ട്. അപ്പോൾ എന്താണ് ഈ കാലോസിന്റെയും അഗദോസിന്റെയും വ്യത്യാസം എന്ന് ചോദിക്കാവുന്നതാണ്. രണ്ടും സുന്ദരമാണ്, രണ്ടും നല്ലതാണെങ്കിൽ എന്താണ് ഇതിന്റെ വ്യത്യാസമാണ്? അതിന് പണ്ഡിതന്മാർ പറയുന്ന ഉത്തരം ഈ കാലോസ് എന്ന് പറഞ്ഞാൽ വിളിക്കുക, ആഹ്വാനം ചെയ്യുക എന്നൊരു അർത്ഥം കൂടി അതിന്റെ മൂലപദത്തിനുണ്ട്. അതുകൊണ്ട് നമ്മെ വശീകരിക്കുന്ന, നമ്മെ ആകർഷിക്കുന്ന സൗന്ദര്യം അതാണ് നന്മ. നന്മ നമ്മളെ നിരന്തരമായിട്ട് മാടി വിളിക്കുകയാണ്, നമ്മളെ
ആത്യന്തികമായ ഈശ്വര നന്മ. അതുകൊണ്ട് ആ വശീകരണത്തിന് വിധേയരാകുന്നവരാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം ദർശിക്കുന്നത് എന്നൊക്കെയാണ് പണ്ഡിതന്മാരായ ദാർശനികന്മാരുടെ വ്യാഖ്യാനങ്ങൾ. അതുകൊണ്ട് ഈ സൗന്ദര്യ ദർശനത്തെ കുറിച്ച് എൻ്റെ പ്രിയ സ്നേഹിതൻ സഹോദരൻ ജേക്കബ് പുന്നക്കൻ വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂചിപ്പിച്ചു. അതൊക്കെ ആയിരിക്കാം ഈ പുസ്തകത്തിന്റെ പേരിന്റെ പുറകിലുള്ള സംഗതികൾ എന്നുള്ളത് ഞാനും ആഹ്ലാദിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു വ്യക്തിപരമായ ഉപഹാരം എന്നുള്ള നിലയിൽ നിങ്ങൾ കാണരുത്. നേരെ മറിച്ച് ഇത് നമുക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കാവുന്ന ചില ആശയങ്ങളും ദർശനങ്ങളും ഒക്കെയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ആളുകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ഒരു വിശ്വാസവും അനുഭവവും അനുസരിച്ച് വേദശാസ്ത്രം, തിയോളജി എന്ന് പറയുന്നത് നമുക്ക് ഗദ്യ ഭാഷ ഉപയോഗിച്ച്, പ്രസ്താവനകൾ ഉപയോഗിച്ച് വ്യക്തമാക്കാവുന്ന ഒന്നല്ല. ഞങ്ങളൊക്കെ അതാ ഇപ്പം ചെയ്യുന്നു. സെമിനാരിയിൽ പഠിപ്പിക്കുന്നവർ സ്റ്റേറ്റ്മെന്റ്സിലൂടെ, ടെക്സ്റ്റ് ബുക്സിലൂടെ, പ്രോസ് ലാംഗ്വേജിലൂടെ തിയോളജി പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് എല്ലാ തിയോളജിയും അത് സംഗീതത്തിലൂടെയും കലയിലൂടെയും സാഹിത്യത്തിലൂടെയും മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അതിൻ്റെ വളരെ താഴ്ന്ന നിലയിലുള്ള ഒന്നാണ് ഈ പ്രൊസൈക് ലാംഗ്വേജ്, ഗദ്യഭാഷ ഉപയോഗിച്ചുള്ള നമ്മുടെ പ്രസ്താവനകൾ. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ള നമ്മുടെ കൂട്ടായ ഒരു ശ്രമമാണ്. വലിയ സെമിനാരിയിൽ പല വിദ്യാർത്ഥികളും നല്ല ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. കാരണം അധ്യാപകരെക്കാൾ നല്ല ഉൾക്കാഴ്ച ഇതുപോലുള്ള കാര്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾ അവിടെ പലപ്പോഴും വരാറുണ്ട്. അപ്പം അവരുടെ ഈ അനുഭവങ്ങളും ദർശനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് ഒരുമിച്ച് ഈ സൗന്ദര്യ ദർശനം നടത്തുവാനും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതും വലിയ ഒരു സംഗതിയായി ഞാൻ കരുതുന്നു. ഈ അവസരത്തിൽ ആശംസകളൊക്കെ നൽകി അനുഗ്രഹിച്ച എല്ലാ ആചാര്യന്മാരോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. വളരെ ദൂരെ നിന്നാണ് പല ആളുകൾ വന്നത്. അതുകൊണ്ടാണ് അവരെ പെട്ടെന്ന് പോവുകയും ചെയ്തത്. തനാസൂസ് തിരുമേനി എപ്പോഴും നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരങ്ങൾ എപ്പോഴും എനിക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കൂടിയായിരുന്നു. അതിന് പ്രത്യേകമായ നന്ദിയുണ്ട്. വിനയസ്വാമി ഞങ്ങൾ തമ്മിൽ എപ്പോഴും കാണാറില്ല. അവരെപ്പോഴും ഒക്കെ ഇമെയിൽ അയക്കും, ഫോൺ ചെയ്യും. ചുരുക്കമായി ബാംഗ്ലൂരോ കേരളത്തിലോ വെച്ച് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പോയിരുന്ന് ഒരിക്കൽ ചെന്നപ്പോൾ രാവിലെ അദ്ദേഹം പഠിക്കുന്നത് ബഹുമാനപ്പെട്ട ജേക്കബ് പുന്നക്കനോട് സൂചിപ്പിച്ച സൗന്ദര്യ ലഹരിയാണ്, ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയാണ്. അത് നടരാജഗുരുവിന്റെയും ഒക്കെ വലിയ ഒരു പാരമ്പര്യം അനുസരിച്ച് രാവിലെ കറിക്കരിയുമ്പോഴാണ് ഈ സൗന്ദര്യ ലഹരി വായിക്കുന്നതും പഠിക്കുന്നതും. അത് മുറിക്കകത്തല്ല, പുറത്തുള്ള അടുക്കളയുടെ അടുത്തുള്ള ഒരു പീഠത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇരുന്നത്. അപ്പൊ അതിൽ എനിക്ക് സംബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതറിയുമ്പോൾ സൗന്ദര്യ ലഹരിയൊക്കെ പിടിച്ച് ഈ പച്ചക്കറിയുടെ അരിയുന്ന സൈസിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ നിഷ്ഠകൾ പാലിക്കപ്പെടണം എന്ന് നടരാജ ഗുരു പഠിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ ഒരു അനുഭവമാണ്. കറിക്കരിഞ്ഞുകൊണ്ട് ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി പഠിക്കുകയും വേദ ഉപനിഷത്തുകളുടെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം. അദ്ദേഹം വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിച്ചില്ല, പക്ഷെ എനിക്കത് നേരിട്ട് അനുഭവപ്പെട്ട ഒന്നാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറക്കുകയും പശുവിനെ തീറ്റി കൊടുക്കുകയും ഇത് വേദം പഠിക്കുകയും ഉപനിഷത്ത് ആഴമായി മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു 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 സ്വാമിജിയാണ് അദ്ദേഹം. അതുകൊണ്ട് എനിക്ക് വളരെയധികം ബഹുമാനവും സ്നേഹവും ഉള്ള ആ പ്രിയ സ്നേഹിതൻ ബാംഗ്ലൂരിൽ നിന്ന് ഇതിനുവേണ്ടി മാത്രം വന്നുവെന്നുള്ളതിൽ അങ്ങേയറ്റം എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഇത് സ്നേഹിതന്മാരെ കുറിച്ച് ഞാൻ വീണ്ടും ഒറ്റയ്ക്ക് സമയമെടുത്ത് പറയുന്നില്ല. എങ്കിലും അവരുടെ സാന്നിധ്യം എനിക്ക് വളരെയധികം ശക്തി നൽകുന്ന ഒന്നാണ്. ഞാനൊരു ഭരണകർത്താവോ ഒരു വലിയ പ്രഭാഷകനൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. കൺവെൻഷൻ പ്രസംഗത്തിന് പോകില്ല എന്ന് പറഞ്ഞത് താത്വികമായിട്ടുള്ള എതിർപ്പ് കൊണ്ടല്ല, അവിടെ ചെന്നാൽ വിജയിക്കുകയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് സഹകരണവും പിന്തുണയും സ്നേഹവും നൽകുന്ന എൻ്റെ പ്രിയ
വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു.